നമുക്കറിയാം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ചുള്ള വ്യാപകമായ തെരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ ഇപ്പോഴും കിട്ടാനുണ്ട്. ഇന്ന് എല്ലാ സ്റ്റേഷൻ പരിധിയിലും ഏകദേശം സാധ്യതകളുള്ള പല ബോഡികളും കാണാത്തത് കൊണ്ട് തന്നെ സാധ്യതകളുള്ള എല്ലാ ഭാഗത്തും തെരച്ചിൽ നടത്താണ്, വ്യാപകമായ തെരച്ചിൽ നടത്താണ്. അതിൽ മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള തെരച്ചിലിൽ ഞാനും കൂടി പങ്കുചേരുകയാണ്. നമ്മളെ ഡ്രോണിൻ്റെ ഉപകാരം ഇപ്പോഴാണൊന്ന് ഒരു മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്കായി മാറുന്നത്. എൻ്റെ മുക്കം സന്നദ്ധ സേനയുണ്ട്. പുഴയിലേക്ക് പോയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. DYSP സാർ നേരിട്ട് തന്നെ വന്ന് തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ സേനാ പ്രവർത്തകർക്കും സ്കൂബ ടീമിനും എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകി. മുക്കം CI സാർ അടക്കം എല്ലാവരും തിരച്ചിലിനുണ്ടായിരുന്നു. ഡ്രോണുമായി തിരച്ചിൽ നടത്തിയ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയുടെ സൈഡ് ഭാഗങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ചണ്ടി കൂടിയിരിക്കുന്ന ഭാഗങ്ങളുമാണ് സെർച്ച് ചെയ്തത്. അവിടെ നിന്ന് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന ചണ്ടികളൊക്കെ ഫുള്ള് എടുത്ത് മാറ്റി അതിലെല്ലാം നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അതുപോലെ തന്നെ പുഴയിൽ കോളിമാട് മുതൽ മേഖലോട്ട് മുഴുവനായിട്ടും താഴോട്ടും മുക്കം സ്റ്റേഷൻ്റെ പരിധി മുഴുവനായിട്ടും ഇന്ന് ബോട്ടടക്കം ഡ്രോൺ അടക്കം സെർച്ച് നടത്തിയെങ്കിലും ഒന്നും കാണാൻ പറ്റിയില്ല. കോളിമാടിൽ നിന്നാണ് തിരച്ചിൽ ആരംഭിച്ചത്. വയനാട്ടിൽ നിന്നെത്തിയ സ്കൂബ ടീം അംഗങ്ങളാണിത്. ഇവരുടെ ഒരു സഹായവും ഉണ്ടായിരുന്നു. സംയുക്തമായൊരു തെരച്ചിൽ തന്നെയാണ് ഇന്ന് നടന്നിരുന്നത്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കൂടാതെ കർമ്മവമശ്ശേരിയുടെ ബോട്ട്, അതുപോലെ തന്നെ പുൽപ്പറമ്പ് രക്ഷാസേന അടക്കം നിരവധി ബോട്ടുകളുണ്ടായിരുന്നു. ഇതുണ്ട്, തങ്ങി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ സ്ഥലങ്ങളിൽ ഡൈവ് ചെയ്ത് നോക്കി അവിടെ നമുക്ക് എന്തൊക്കെ ലഭിക്കും എന്നുള്ള രീതിക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ സഹായത്തോടെ തന്നെ, പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ തന്നെ ആ ലൊക്കേഷനിൽ പോയി ബോട്ടിൽ ചെന്ന് അവിടെ ഡൈവ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ അല്ലല്ല, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വയനാട് ബാണാസുരയിലൊക്കെ റെസ്ക്യൂ മിഷന് ഇന്ന് ആദ്യമായിട്ട് വയനാട്ടിൽ ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മൾ ഓൾറെഡി ഫയർഫോഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ സ്ഥലത്തുള്ള ഡൈവിംഗ് ടീം ഓൾറെഡി അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ വിളിച്ചാലും പോകാമെന്നുള്ള രീതിക്ക് കേരളത്തിൽ തന്നെ ഓരോരോ സ്ഥലത്തും. ഞങ്ങളിപ്പോൾ ആറംഗ ടീമാണ് വന്നിരിക്കുന്നത്. അസോസിയേഷനിൽ ഒരു 10-300 ആൾക്കാരുണ്ട്. അവരെപ്പോൾ വേണമെങ്കിലും വരാനുള്ള റെഡിയാണ്. ഇന്ന് ഞങ്ങൾ തെരച്ചിലിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞ പറയനാട് അമീൻക ഞങ്ങൾക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ മുക്കം പോലീസിനുള്ള ഭക്ഷണവും അവിടെ തയ്യാറാക്കിയിരുന്നു. അമീൻകയും കുടുംബത്തിനും ഹൃദ്യമായ നന്ദി. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. ഇത്തരം ദുരിതങ്ങളിൽ എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവരും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നന്മ.